ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രളയത്തിനു ശേഷം 352 വർഷങ്ങൾക്കു ശേഷമാണ് അബ്രഹാമിൻ്റെ ജനനം. വിഗ്രഹാരാധന നിലനിന്ന കുടുംബത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തിൻ്റെ വിളി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തവന് പിന്നെ കൂട്ട് ആ ദൈവമായിരുന്നു. പതിയെ അബ്രഹാം ദൈവത്തിൻ്റെ നല്ല സ്നേഹിതനായി മാറുന്നു. അതിലും വലിയൊരു ഭാഗ്യം ഭൂമിയിൽ വേറെ എന്തിനാണ് ഉള്ളത്? എന്നാൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നീതിമാനായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതായി കാണുന്നു. ഇവിടെ ന്യായാധിപതിയായ ദൈവം തൻ്റെ തീരുമാനങ്ങൾ ഒരു മനുഷ്യനോട്, അതായത് അബ്രഹാമിനോട് വെളിപ്പെടുത്തുന്നു. സോദോം ഗോമോറ എന്ന നഗരത്തിൽ ആഴത്തിൽ വേരോടിയ തിന്മയുടെ മേലുള്ളതായ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആരംഭമാണ് ഈ അധ്യായങ്ങളിലെ പ്രധാന വിഷയം. ഈ ഭാഗത്തു നിന്നും 2 പ്രധാന ചിന്തകൾ ഞാൻ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളുടെ വെളിപ്പെടുത്തൽ. വിഗ്രഹങ്ങളെ ചേർത്ത് പിടിച്ച കുടുംബ പശ്ചാത്തലത്തിൻ്റെ കണ്ണികൾ വേർപെടുത്തി ജീവനുള്ള യഹോവയുടെ പുതുനിയോഗങ്ങൾ തേടി അബ്രഹാം യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതി അദ്ദേഹത്തെ തേടി എത്തുന്നു. തൻ്റെ പദ്ധതികൾ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് അതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെയും യഹോവ അരുളി ചെയ്യുന്നത്, സോദോമിൻ്റെയും ഗോമോറായുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു എന്ന് അബ്രഹാമിനോട് ദൈവം ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല 17-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ എന്ന് ചോദിക്കുന്നു. അതിനാൽ തൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന്. ഇവിടെ ദൈവത്തെ വിളിക്കുന്നവർക്ക് അല്ലെങ്കിൽ തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവൻ മറുപടി നൽകുകയും മനുഷ്യബുദ്ധിക്ക് അപ്പുറമുള്ള ദൈവിക രഹസ്യങ്ങളും ദൈവിക പദ്ധതികളും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ ഒരു വിലയേറിയ പദ്ധതികൾ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് മനുഷ്യനോട് അടുത്തിരിക്കുന്ന ദൈവം അബ്രഹാമിനോടൊപ്പം നിന്ന് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സംഭവത്തിൽ 22-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു എന്ന്. ഇത് ദൈവവും മനുഷ്യനുമായുള്ള അഥവാ അബ്രഹാമുമായുള്ള അടുത്ത ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്രൈസ്തവ സമൂഹത്തോട് ഇന്നും ദൈവം ജനതകൾക്ക് ഒരു വലിയ അനുഗ്രഹമാകുവാനുള്ള ആഹ്വാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവത്തോട് അടുത്തു ചെന്ന അബ്രഹാം യഹോവയോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ എന്ന് ചോദിക്കുന്നു. മറ്റുള്ളവരെ നശിപ്പിക്കുവാനായിട്ട് ഇന്ന് പല ബന്ധങ്ങളും പലരും ഉപയോഗിക്കുമ്പോൾ അബ്രഹാം വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നു. ലോത്തിന്റെ നാശമോ ആ പട്ടണത്തിന്റെ അധപതനമോ ആഗ്രഹിക്കാത്ത അബ്രഹാം അവർക്കായി മധ്യസ്ഥത ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സംഭവത്തിലൂടെ ന്യായാധിപനായ ദൈവത്തിന്റെ നീതിയും കരുണയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദുഷ്ടതയും പാപശൈലിയും പിൻപറ്റുന്ന സമൂഹത്തിലും ഒരു 10 പേരെങ്കിലും നീതിമാന്മാരായി കാണുമെന്നതാണ് വലിയ പ്രതീക്ഷ. ഈ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി തീരുവാൻ നമുക്ക് ഇന്ന് സാധിക്കുമോ? പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സമൂഹത്തിലെ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഇടവകയിലെ ഒരു നീതിമാനായി അല്ലെങ്കിൽ ഒരു നീതിയുള്ളവളായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവത്തോട് നീതി പുലർത്തുന്നവരായി തീരുവാൻ, ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ നീതിയോടെ ജീവിക്കുവാനായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. തുടർന്നും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.